മുഹമ്മദ് നബിയുടെ മദീന പലായനം പുനരാവിഷ്കരിക്കുകയാണ് സൗദി അറേബ്യ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സഞ്ചരിച്ച അതേ മരുഭൂപാതയിലൂടെയാണ് യാത്ര ക്രമീകരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മദീനയിൽ നിർവഹിച്ചുവെങ്കിലും വരുന്ന നവംബറിലാണ് സേവനം ലഭ്യമാവുക. പ്രവാചകലബ്ധിയുടെ 13-ാം വർഷം റബീഉൽ അവൽ മാസത്തിലാണ് മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം ചെയ്തത്. മക്കയിലെ ഉപദ്രവം സഹിക്കാനാവാത്ത സാഹചര്യത്തിലായിരുന്നു മദീനയിലേക്ക് പ്രവാചകന്റെ പലായനം. യാത്ര പിന്തുടർന്നു വന്ന ശത്രുക്കളിൽ നിന്നും പ്രവാചകനും അനുചരൻ അബൂബക്കർ സിദ്ദീഖും ഒളിച്ചു താമസിച്ച സൗർ ഗുഹയിൽ നിന്ന് തുടങ്ങി 470 കിലോമീറ്റർ താണ്ടി മദീനയിലെ പ്രവാചക പള്ളിയിൽ അവസാനിക്കുന്നതാണ് യാത്ര. مرورا ب41 معلما تاريخي ومرورا ب5 مواقع لقصص عاش كما تتضمن التجربة 8 محطات مبيت خصصت للمشاة ووزعت بعناية على امتداد المسار. പാലായനത്തിന്റെ മുഴുവൻ വീര്യവും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒട്ടകപ്പുറത്തോ പ്രത്യേക വാഹനത്തിലോ നടന്നോ യാത്ര തിരഞ്ഞെടുക്കുവാനും അവസരമുണ്ടാകും. من العام الهجري 1447 وعلى مدار 5 أشهر نأخذكم في تجربة استثنائية. പ്രവാചക കാൽപ്പാടുകൾ എന്ന പദ്ധതി മദീനയിലെ ഉഹുദ് പർവ്വതത്തിനടുത്ത് നടന്ന ചടങ്ങിൽ മദീന അമീർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് പ്രഖ്യാപിച്ചു. هذه التجربة ليست مجرد حدث تاريخي. هذا جبل يحبنا ونحبه. 41 ചരിത്ര ലാൻഡ്മാർക്കുകൾ, ഓരോ 5 കിലോമീറ്ററിലും വിശ്രമിക്കാൻ 62 കേന്ദ്രങ്ങൾ, രാത്രി താമസിക്കാനായി 8 ആഡംബര ക്യാമ്പുകൾ, മെഡിക്കൽ കെയർ സെന്ററുകൾ, 80-ലധികം റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവംബറിലെ ഈ യാത്രയിലേക്ക് ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.